ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നല്ല മിനിയാന്നത്തെ വീഡിയോ ഇട്ടിരുന്നു. അത് ഞാൻ പറഞ്ഞത് വയ്യാതിരിക്കുന്ന സമയത്താണ് ഇട്ടിരുന്നത്. അതിലൊരുപാട് ആളുകൾ കണ്ടു, എനിക്ക് സപ്പോർട്ട് തന്നു. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇന്നും ഇപ്പോഴാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ടായിരുന്നു എൻ്റെ കൂടെ നിൽക്കുക. പിന്നെ ഇപ്പോൾ കുറച്ച് ആക്കുന്നുണ്ട്, പരിക്കൊക്കെ നല്ല ആക്കുന്നുണ്ട്. ജലദോഷം കഫക്കെട്ടൊക്കെ ആയിട്ടാണ് എനിക്ക് കുറേ ഒരു ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക, എനിക്ക് അത്രയ്ക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് രാവിലേക്കുള്ള ചായയും കറിക്കുള്ള ഉള്ളി തക്കാളിയും കൂടി റോസ്റ്റ് ചെയ്യാം. പിന്നെ ചപ്പാത്തി എനിക്ക് വയ്യാത്തൊന്നും ചാന്തിയിട്ട് പരത്താനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് നമുക്ക് കാണാം. ഉള്ളി എടുത്തിട്ടുണ്ട്, വെള്ളുള്ളി, ഒരു പച്ചമുളക്, ഒരു കുറവാണ് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. പിന്നെ ഒരു നല്ല വലിയ തക്കാളി നല്ലോണം തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ള കേട്ടോ. ഇവിടെ ചരിയ നമ്മളെ ഞാൻ പറഞ്ഞില്ല, ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തുടയ്ക്കാന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്, തുടച്ചോളും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പരിച്ചിട്ട് കണ്ണൊക്കെ തീരെ വയ്യട്ടാണ്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എഡിറ്റ് ചെയ്യാനല്ല, അവർക്കൊന്ന് നമ്മളിങ്ങനെ എടുത്ത് വെച്ചതൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കുമല്ലോ. അപ്പം നോക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒരബദ്ധം വന്നു എനിക്ക്. നമ്മൾ രാവിലെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന വീഡിയോസിൽ നമ്മളൊരു കാര്യം മറന്നുപോയി. എൻ്റെ ഈ ഒരു ഭാഗത്തൊന്നും ഇവിടേക്കുണ്ട്, ഈ മുഖം മാത്രമില്ല കേട്ടോ. കുഞ്ഞിൻ്റെ വീഡിയോസ് എടുത്തപ്പോഴും അതിലില്ല. അപ്പോൾ അത് പെട്ടെന്ന് ആ വീഡിയോ ആ സ്റ്റാൻഡിൽ വെച്ചപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റാൻഡുമ്മൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എടുക്കാറ് കണ്ടോ. ഈ സ്റ്റാൻഡുമ്മൽ വെച്ചിട്ടാണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ പെട്ടെന്ന് ഈ സാധനം ഇങ്ങനെ താവില്ല, ഇങ്ങനെയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു താവലുണ്ട്. അപ്പോൾ ഇതിങ്ങനെ താന്നു, ഇതിങ്ങനെ താന്നു, എങ്ങനെ താന്നു എനിക്കറിയില്ല. ഇടയ്ക്കൊരു ലൂസുള്ള പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ താന്നു. അപ്പോൾ താന്നപ്പോൾ എൻ്റെ മുഖം അതിൽ കിട്ടിയില്ല. അപ്പോൾ സോറി, എല്ലാവരും ക്ഷമിക്കണം. ക്ഷമ ചോദിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് ശ്രദ്ധക്കുറവാണ്. പെട്ടെന്ന് ഞാനത് വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നത്. പെട്ടെന്ന് അത് താഴ്ന്നതുകൊണ്ട് എൻ്റെ ഇവിടെന്നാലും ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടിട്ടാണ് പിന്നെ ഞാൻ കണ്ടത്. പിന്നെ അത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തെറ്റുകുറ്റങ്ങളൊക്കെ പറയാം കേട്ടോ. കാരണം തെറ്റില്ലാതെ ഒരിക്കലും ഒരാളെടുത്തും തെറ്റില്ലാതിരിക്കില്ല. എത്ര വിവരമുള്ളവരായാലും വിവരമില്ലാത്തവരായാലും തെറ്റുകൾ വരും. അപ്പോൾ ആ തെറ്റുകൾ വന്ന ഭാഗങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇന്നലെ എനിക്കത് തിരുത്താൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ അലമ ഇറച്ചി വിട്ട. ഹായ് എന്ന് പറയും. ഹായ്, ഗുഡ് മോർണിംഗ് പറയും. പോയി കഴിച്ചോ, കളിച്ചോ.
ചായക്കടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. വാതിൽ അടച്ചിന് സൗണ്ട് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ സൺഫ്ലവർ ഓയിലിൽ ഇന്നലെ കുറച്ച് മോളുണ്ടാക്കിയതാണ്. അതൊന്നും ക്യാമറയിൽ പിടിക്കാൻ പറ്റില്ല. അതിൻ്റെ ബാക്കി വെളിച്ചെണ്ണയാണ് കേട്ടോ. പെരുംജീരകമാണ് കേട്ടോ 2 മണി. 4 സവാളയും ഒരു പച്ചമുളകും അതിലേക്ക് ചേർക്കാം കേട്ടോ. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം പെരുംജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇട്ടാൽ മതി. ഒക്കെ പൊട്ടി തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും സവാള ഇതുകൂടി ഉള്ളിയും പച്ചമുളകും കൂടി ഇടാം. കറി ഒരു സിമ്പിൾ കറി തന്നെയാണ്, അല്ലാണ്ട് എല്ലാതൊന്നുമില്ല. അത്ര ഇടുന്നുള്ളൂ. ഇതൊന്ന് കുറച്ച് കൊടുക്കാം. നമ്മൾ 2-3 ഇല കറിവേപ്പിലിടാം. ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ. അതാ തക്കാളി ഇടാം കേട്ടോ. തക്കാളി ഉള്ളിയും ഒരു വിധം ഇതായിട്ടുള്ളൂ. തക്കാളി കുറച്ച് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞല്ലോ, ഒരു പഴുക്കാത്ത തക്കാളിയാണ്. പക്ഷെ എന്തൊക്കെ വായിൽ വരുന്നത് അറിയാതെ എന്തൊക്കെയോ ഒരു ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇഞ്ചി ഇല്ലായിരുന്നു. അപ്പോൾ ഇഞ്ചി നമ്മളെ മുറ്റത്തുനിന്ന് പറമ്പെന്ന് ഞാൻ നട്ടതന്നെയാണ്. ഒരു ശ്രീകൃഷ്ണ പറിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് മോനെ തിരഞ്ഞിട്ട് മോൻ്റെ സ്നേഹിതമാണ് വിഷ്ണു, അറിയാലോ, തുളസിയുടെ മോന്. അതായത് എൻ്റെ ഫ്രണ്ടാണ്. ഞാനും അവൾക്ക് ഇവിടെ തറവാട്ടിൽ വന്ന് കയറി മരുമക്കളാട്ടോ. നല്ല കൂട്ടാണ്. ഞങ്ങൾ എന്തും പറയാം, അങ്ങനെയുള്ള കൂട്ട് തന്നെയാണ് വേണ്ടത്. 2 വെളുത്തുള്ളി എടുത്തുകൊണ്ടിരണം. കുറച്ച് മഞ്ഞൾപ്പൊടി നൂല് ഇട്ടാം. നൂലിൽ ഞാൻ എടുത്ത് വെച്ചിട്ടാം. ഈ അരസ്പൂടിനുള്ളൂ അതിലേക്ക് പാകമാണ്. ഇതൊന്ന് കഴുകി വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിത് ആക്കുന്നില്ല. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു പാത്രത്തിൽ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടത്. അതിപ്പോൾ തീർന്നു. നാളിടുന്നതിന് മുന്നേ നമ്മൾ അതൊക്കെ ഒഴിവാക്കുമല്ലോ. ഒന്ന് ഉപയോഗിക്കുന്നത് എപ്പോഴും ചോദിക്കും, ഇപ്പോൾ നിങ്ങൾ മുളക് പൊടി പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷേ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല, ഞാൻ പോയിട്ടില്ല അങ്ങോട്ടേക്ക്. നമ്മൾ ഇല്ലാതായതിനു ശേഷം ഞങ്ങൾ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോയിട്ടില്ല, അതുകൊണ്ട് വാങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ കൂടി പൂർണ്ണമായിട്ട് മാറട്ടെ, എനിക്ക് പോകാനുള്ള ഒരു ഇതാകട്ടെ. അതിനകത്ത് മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ പച്ചമുളക് ഇട്ടതുകൊണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഗരം മസാല ഇടാം. അതുപോലെ ഗരം മസാല ഇടുന്നുണ്ട്. ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇടാം. ഒരു നുള്ളി ഇട്ടാം, അല്ലെങ്കിൽ ഒരു അര അത്ര ഇടുന്നുള്ളൂ. ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിനൊരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമാണ്. ചപ്പാത്തിക്കൊപ്പം ഒന്ന് വിചാരിച്ചാൽ ചപ്പാത്തി ഇതുണ്ടാക്കുന്നത്. മോൻ കൊണ്ടുവന്ന മോന് ചപ്പാത്തി ചെയ്തെന്ന് പറഞ്ഞു.
നന്നാക്കി വെച്ചതിന് ഒരു 3 വെളുത്തുള്ളി ഇട്ടാം. ഇത് വെളുത്തുള്ളി നല്ല അരച്ച് ചേർക്കാത്തത്, ചേർക്കാത്ത നല്ല വെളുത്തുള്ളി എനിക്ക് കടിച്ച് നല്ല ഇഷ്ടമാകുന്നുണ്ടാകും. വെളിച്ചെണ്ണ വേണം കേട്ടോ, കുറച്ച്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ലാസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ തന്നെ അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞ് ഇനി നമുക്ക് ചപ്പാത്തി ചൂടാക്കാം കേട്ടോ. വിളിച്ചിട്ടില്ലേ കുഞ്ഞാ? അന്നെ വിളിച്ചിട്ടില്ലേ? സച്ചേട്ടൻ എന്തോ പറഞ്ഞാണ് അവിടെ. അത് വിഷ്ണുവേട്ടൻ വിളിച്ചതാണേ. വിഷ്ണുവേട്ടനേ അവിടെ ഓരോ സ്നേഹിതന്മാരാരെയും വിളിച്ചതാ. അപ്പോൾ കണ്ടില്ലേ കറി എടുത്ത് കാണിച്ചാൽ കേട്ടോ. വീഡിയോൻ്റെ അതുകൊണ്ട് കാണുന്നില്ല. അപ്പോൾ അതാ നല്ല നിറമുള്ള നല്ല കണ്ടാ തക്കാളിക്കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല രസം ഉണ്ടാവും. ഞാൻ ഉണ്ടാക്കി വെക്കുമ്പോൾ കുറുകിയ ചാറോട് കൂടിയതാണ്. ഞങ്ങൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെയാണ് കേട്ടോ. ചപ്പാത്തി കൊണ്ടുവന്നിട്ട് അതുണ്ടാക്കും. ഇപ്പോൾ ചുമച്ച് നെഞ്ഞൊക്കെ വേദനയ്ക്ക് തുടങ്ങണം. തീരെ വയ്യ. അധികം റെഡിമെയ്ഡ് കൊണ്ടുവരാറുണ്ട്, ഉണ്ടാക്കാറുമുണ്ട്. ഉണ്ടാക്കുന്നത് ചുരുക്കമാണ് ഉള്ളത് പറയാമല്ലോ. എന്ന് വെച്ചിട്ട് എന്നും ഉണ്ടാക്കാറില്ല, അങ്ങനെയല്ല. മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് ഉണ്ടാക്കും. നല്ല നല്ല ചുമണ്ട് കാണിക്കണം. ഇന്നത്തെ പറ്റി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് തീരെ വയ്യ, നീക്കാനും വയ്യ. അപ്പോൾ നമുക്കിനി ചായ കുടിക്കുമ്പോൾ കാണാം കേട്ടോ. ചമ്മന്തി ഉള്ളിയും തക്കാളിയും ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടാട്ടോ. അത് കാണിച്ചിട്ടില്ല. ഇത് ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഇത് ഉള്ളിയും തക്കാളിയും കൂടി ഗ്രൈൻഡ് ചെയ്താണ്. ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഒരാൾ ഞങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ട് ഓടി വന്നാണ് കേട്ടോ. രാവിലെ ചായക്കടിയൊന്നും വേണ്ട പറഞ്ഞ് പോയി ടാബ് കണ്ട് കളിച്ചതാണ്. ഇപ്പോൾ വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അവൻ്റേത് കഴിഞ്ഞു. ഇനി ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഞാൻ ചായ കുടിച്ചത്, കറി ഉണ്ടാക്കിയത്, പാത്രങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. കുറച്ച് നേരം ആവി പിടിക്കണം. ആവി പിടിക്കാൻ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കണം. എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഹലോ. അപ്പോൾ ഇതാ കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ട്. ആ പാത്രം കൂടി കഴുകി കഴിഞ്ഞാൽ നമ്മളുടെ പണി കഴിഞ്ഞിട്ടാണ്. പിന്നെ അടിക്കണം, തുടയ്ക്കണം ഒക്കെ ചെയ്യണം. അത് ഇന്ന് മോൾ ലീവാണ്. അപ്പോൾ
ലീവായത് കാരണം കാലിന് വേദനയാണെന്ന് പറഞ്ഞിട്ടാണ് ലീവ് എടുത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കാലുവേദനയായിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കിടക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. കാലുവേദനയാകുമ്പോൾ അങ്ങനെ ഇരിക്കാനും കൂടുതൽ കിടക്കാനൊക്കെ തോന്നും. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് വയ്യെങ്കിലും അടിച്ചു വരണം, തുടയ്ക്കണം ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകണം. പാത്രങ്ങൾ കഴുകിയിട്ട് നമുക്ക് ആ പണിക്ക് പോകാം. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കിടക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ എനിക്കൊരു പരിപാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ പരിപാടിക്ക് എനിക്ക് പോകാണ്ട്. വയ്യെങ്കിലും പോയി വരണം. ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു കുറച്ച് വിട്ടാണെന്നുള്ളൂ, അവിടെ ഒരു കുടിയിരിക്കലാണ്. ഒന്ന് പോയിട്ട് ജസ്റ്റ് വരാമെന്ന് മാത്രം. അതും ഒന്നും എടുക്കുന്നില്ല, കാരണം എൻ്റെ ഫോണിൽ പറഞ്ഞ രാത്രിയത്തെ പരിപാടിക്കൊന്നും ഈ ഒരു വീഡിയോ കൊള്ളില്ല. അതുമല്ല അങ്ങനെ അങ്ങോട്ടുള്ളതൊന്നും ഞാൻ എടുക്കണില്ല. അപ്പോൾ ജസ്റ്റ് പിന്നെ ഉച്ചക്കേക്ക് ഇന്നത്തെ കുറച്ച് കറിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വയ്യാത്തതുകൊണ്ട് ഞാനതൊക്കെ തിളപ്പിച്ചിട്ട് കഴിക്കുക. ചോറും കറിയൊക്കെ കൂട്ടിയിട്ട് ഇന്നലെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കറി, അപ്പോൾ അതുണ്ട്, അത് കൂട്ടിയിട്ട് ആക്കാം. അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ഉള്ളിക്കറി ഉണ്ടല്ലോ, അത് കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം അങ്ങനെ വിചാരിക്കുന്നു. തീരെ വയ്യ, എനിക്ക് തീരെ വയ്യ, അവർക്കും തീരെ വയ്യ. അപ്പോൾ അത് കാരണം വയ്യാത്ത കാരണം ഒന്നുകിൽ ചപ്പാത്തിനെ അഡ്ജസ്റ്റ് ചെയ്യും ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ എന്നല്ല ചോറ് തിളപ്പിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യും. വൈകിട്ട് മോള് വരുന്നില്ല, ഞാൻ മാത്രമേ പോവുള്ളൂ. ഞാനും ചെറിയ മോനും കൂടി പോയി വരണമെന്നുണ്ട്. അപ്പം നോക്കട്ടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. വൈകിട്ട് ചിലപ്പോൾ ഫുഡ് അവിടെ നിന്നായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കുന്നില്ല. നമ്മളുടെ വീഡിയോ കഴിഞ്ഞാറായിട്ടാണ്. ഗ്യാസ്മലൊക്കെ പണി കഴിഞ്ഞു, ഒക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കി, കറി ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി കുടിച്ചു. ഇതിനിപ്പുറം പാത്രങ്ങളും ഗ്ലാസും ഒക്കെ കഴുകി ഒതുക്കി വെച്ചിട്ടുണ്ട്. ടേബിൾ മേലായാലും അതിനനുസരിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലത്തെ ചപ്പാത്തി ഉണ്ട്, കറി ഉണ്ട്, അപ്പോൾ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോകാനുണ്ടെന്ന്. അപ്പോൾ അടിക്കലും തുടയ്ക്കലും നിങ്ങൾക്കിപ്പോൾ കാണിക്കണില്ല, കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ പോകും. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നേരത്തെ വരണം എന്ന് പറഞ്ഞു. വൈകുന്നേരം 4 മണിക്കാണ് ഫങ്ഷന്. അപ്പോൾ 4 മണിക്കല്ലേ പരിപാടി വരുന്നത്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോണതിന് മുന്നേ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വൈകുന്നേരം അതുണ്ടായതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ തിരുമ്പാൻ കുറച്ച് വാഷിംഗ് മെഷീനിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ലൂണ നല്ല ഉറക്കമാണ് കേട്ടോ, നല്ല ഉറക്കിലാണ് ലൂണ. ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഇന്ന് വൈകിട്ടാണ് നീറ്റത്. വയ്യാത്തതുകൊണ്ട് ഞാൻ 8 മണി 8:30 ആയിട്ടുണ്ട് നീറ്റപ്പോൾ. അത്രയ്ക്ക് തല പൊങ്ങാതെ വയ്യ, പനിച്ചെടുക്കായിരുന്നു. പിന്നെ നീക്കേണ്ടി വെച്ച് നീച്ചു, പല്ലിച്ചു, കുളിച്ചു. അപ്പോൾ കുറേ ആയി തലയിലൊന്ന് എണ്ണ ഇട്ടിട്ട്, അപ്പോൾ എണ്ണ ഇടണമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വിചാരിച്ചു പനിയല്ല, എനിക്ക് എണ്ണ ഇട്ടിട്ട് എനിക്ക് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് താളി കൊണ്ടുവന്നിട്ട് താളിയൊക്കെ വരുതി തേച്ച്. പക്ഷേ ഒരു 9:30-10 മണിയായിരുന്നു ഞാൻ ചായക്ക് വെള്ളം വെച്ചപ്പോഴൊക്കെ തന്നെ. അപ്പോൾ ചായ കുടി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 10:30 മണി 11 മണീൻ്റെ ഉള്ളിലായിട്ടുണ്ട് ചായയും കടിയും കറിയൊക്കെ കുടിച്ചപ്പോൾ. അത് കഴിഞ്ഞിട്ട് തിരുമ്പാൻ പോകണം. നല്ല ഉറക്കിലാണ്. പിന്നെ ഞാൻ അതിനനുസരിച്ചിട്ട് പിന്നെ തുടയ്ക്കാനുണ്ടായിരുന്നു. മുറ്റടി ഞാൻ അടിച്ചിട്ടില്ല, ഇന്നലെ രാത്രി വൈകുന്നേരം അടിച്ചിട്ടതായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര വയ്യായ്മ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വൈകിട്ട് ഞാൻ വയ്ക്കുമ്പോൾ അടിച്ചോരി. മോള് ജോലിക്ക് പോയതുകൊണ്ട് അവൾ വൈകിട്ട് വന്നു. വിളക്കത്തിക്കാൻ വരുന്നതിന് മുന്നേ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലീനക്കുട്ടി നീറ്റു കേട്ടോ. ലീനക്കുട്ടി നീറ്റു, ലീനക്കുട്ടി നീറ്റു, ലീനക്കുട്ടി ലൂണ നീറ്റാ ഉറങ്ങ. അങ്ങനെ അവൾ നീറ്റു.
എൻ്റെ സൗണ്ട് കേട്ടിട്ട് അവൾ എണീറ്റു. അപ്പോൾ ഞാൻ അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഒരു 10-11 മണിയാകുമ്പോൾ തീർന്നു. പിന്നെ ചോറൊന്നും വെക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലേന്നത്തത് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ അത് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ രാവിലത്തെ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാവും. അതിപ്പോൾ വേണമെങ്കിൽ അപ്പോൾ 11 മണിക്ക് ചായ അടിച്ചുകൊണ്ട് വല്ലാണ്ട് ആവശ്യം ഉണ്ടാവില്ല. ഞങ്ങൾ വൈകുന്നേരം 4 മണിയാകുമ്പോൾ പോവുകയും ചെയ്യും. നേരത്തെ ചെല്ലാൻ പറഞ്ഞാണ്, പക്ഷെ നേരത്തെ പോവില്ല. കാരണം നേരത്തെ പോകാമെന്ന് വെച്ചാൽ എനിക്ക് വയ്യ, അവിടെ പോയി ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. വീഡിയോ തന്നെ ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ട് ആ ചേച്ചി ഇന്നൊരു വീഡിയോ ഉണ്ടാക്കിയെന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വയ്ക്കുന്നത് പോലെ ഇട്ടതാണ്. പഴയ വീടാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല വീടൊക്കെ തന്നെയാണ്. പഴയ ലൂണ കേട്ടിരിക്കുകയാണ് ഒക്കെ അല്ലേ? ലൂണക്കുട്ടി ഞാൻ പറയണത് കേട്ടിരിക്കുക കളത്തിയെ. അപ്പോൾ ഞാനിവിടെ വന്നിരുന്നു വെച്ചാൽ ഇവളുടെ അടുത്ത് ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കാൻ വിചാരിച്ചു. അങ്ങനെ പണി കഴിഞ്ഞാണല്ലോ, ഇനി തിരുമ്പാനല്ലേ ഉള്ളൂ. അതിപ്പോൾ നമുക്ക് വൈകുന്നേരത്തിനുള്ളിൽ തിരുമ്പാം. പിന്നെ വേറെ പണിയൊന്നുമില്ല, ഇനി വൈകുന്നേരം പോകുന്നതുകൊണ്ട് നമുക്ക് വേറെ പണികളൊന്നുമില്ല. തുടയ്ക്കാനുണ്ട്. അപ്പോൾ എനിക്കിന്ന് തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് തുടയ്ക്കുമെന്ന്. അവൾ തുടയ്ക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. വിളക്കത്തിക്കാകുമ്പോൾ അവൾ തുടച്ചോളൂ കിട്ടാം. കൂടുതൽ തുടക്കി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മക്കളായാലും വയലിൽ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല, അവൾ ചെയ്യും. അങ്ങനെ അവൾക്കും വയ്യല്ലോ. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ലൂണ ഉറങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ സംസാരം കേട്ടിട്ട് അവൾ ലൂണേൻ്റെ ഉറക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വല്ല ഇവിടുന്ന് നീക്കാം. എന്നിട്ട് പുറത്തുണ്ട് മോൻ്റെ കുറച്ച് സ്നേഹിതന്മാർ വന്നിട്ട് ഒരു ഭയങ്കര ഗെയിം കളിയിലാട്ടോ. എനിക്ക് അവിടെ നിന്ന് പോയി വെക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇവർ വന്നു. ഞാൻ എന്നെ കണ്ടപ്പോൾ തന്നെ ഇവന് ഭയങ്കര ഇതായിട്ട് അയ്യോ ഇന്നെ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടു. ഞാൻ അവരെ ഒഴിവാക്കി. അപ്പം പിന്നെ അവന് ഫോൺ വീഡിയോ എടുത്ത് മാറ്റി ഞാൻ കേട്ടോ. അവർക്കൊന്നും തോന്നണ്ടാച്ചിട്ട് അവന് ഇഷ്ടമല്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ അത്ര തന്നെ. പിന്നെ പവിമോള് ജാഥ വരുന്നതിൻ്റെ മുന്നേ വിളക്കത്തിക്കാൻ നിന്നു. എനിക്ക് വിളക്കത്തിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവൾ വിളക്കത്തിച്ചു. അങ്ങനെ വിളക്കത്തിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവൾ പിന്നെ എന്തോ ചായക്കടി എന്തോ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. പിന്നെ പനിയായാറ് ഞാനതൊന്നും ശ്രദ്ധിക്കാനൊന്നും പോയിട്ടില്ല, അങ്ങനെ കഴിക്കാനും പോയിട്ടില്ല. അങ്ങനെ അവൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച്. കൊതുകും ഭയങ്കര ഉണ്ടല്ലോ. അപ്പോൾ ലൂണേനെ പുറത്തേക്ക് കെട്ടിയിട്ടുണ്ടായിരുന്നു ഗിൽസുമൽ. അപ്പോൾ അവളുടെ ഭാഗത്ത് ഒരു ചന്ദനത്തിരിയും വെച്ചു, ഇവിടെ ഒരു ചന്ദനത്തിരി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ പോവുകയാണ്, അകത്തേക്ക് പോകണം. ഭക്ഷണം ഉണ്ടാക്കാനുള്ള തിരക്കിലേക്ക് പോകണം രാവിലെ വരുന്നത്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നവൾ കാണുന്നത്. അതുവരെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അത് കണ്ടപ്പോൾ എൻ്റെ റിച്ച് മോൻ വന്ന് പറയാണ് എൻ്റെ ആരെ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ എന്നെ ചീത്ത അറിയുന്നുണ്ട്. പിന്നെ അവനും നാമം ചൊല്ലിക്കഴിഞ്ഞു. പിന്നെ വരവിൻ്റെ ആഘോഷമായിട്ടാണ്. അങ്ങനെ വരവും വന്നു. വരവല്ല ജാഥ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ വീടിൻ്റെ തൊട്ട് കുറച്ച് 2 വീട് അപ്പുറത്ത് റസാക്ക്, കോഴി കച്ചവടം ചെയ്യുന്ന റസാക്കുണ്ട്. ഉണ്ണിയുടെ സ്നേഹിതനാണ്. അവൻ്റെ മകളെ കൊണ്ട് ഹാരം, ഒരു സന്തോഷമല്ലേ നമ്മളവിടെ ഒരു ആൾ ജയിക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഖദീജ എന്ന് പറഞ്ഞ കൗജിയാണ് ജയിച്ചത്. അവൾക്ക് ഹാരം ഇട്ട് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങോട്ട് പോന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഈ ഭാഗത്തേക്ക് വന്നു. അങ്ങനെ ഇവിടെ പിന്നെ വലിയ രാത്രി വെളിച്ചമില്ലാത്തതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ വലിയതായി ഫോണിൽ അത് എടുത്തില്ല. അങ്ങനെ പിന്നെ ലൂണേനെ കണ്ടിട്ട് വരവിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നായക്കുട്ടീനെ കാണിച്ചിരുന്നൊക്കെ പറഞ്ഞവർ ഓടി വന്നു. അങ്ങനെ അവർ കണ്ടു. പിന്നെ ജാഥ പോയി. അപ്പോഴാണ് അവർക്ക് ഓർമ്മ. അപ്പോൾ അതിലെല്ലാ കുട്ടികളും പിന്നെ ഓടി. അങ്ങനെ ലൂണേനെ പിന്നെ കൂട്ടിലേക്ക് ആക്കുകയും ചെയ്തിട്ടാണ്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ഇന്നധികം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് കഴിയുന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നല്ലതായാലും ചീത്തയായാലും അഭിപ്രായങ്ങൾ ഇടുക. തിരുത്താവുന്നത്തോളം ഞങ്ങൾ തിരുത്തിക്കോളാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രാവിലെ ഗുഡ് മോർണിംഗ് ആയിരുന്നു. ഇപ്പോൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. റിച്ചു